KCBയുടെയും റവന്യൂ വകുപ്പിന്റെയും തർക്കത്തിനിടയിൽപ്പെട്ട് പശുഫാം അടച്ചുപൂട്ടേണ്ട ഗതികേടിലാണ് ഇടുക്കി ബൈസൺ വാലി സ്വദേശിയായ കുര്യൻ എന്ന ക്ഷീര കർഷകൻ. ഫാമിൽ വൈദ്യുതി കണക്ഷൻ വേണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്നാണ് KCBയുടെ നിലപാട്. എന്നാൽ താൻ പോയി KCBയുടെ എന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ്. റിപ്പോർട്ട് കാണാം. ഇത് ഇടുക്കി ബൈസൺ വാലി ജോസ്ഗിരി സ്വദേശി പുള്ളിയിൽ കുര്യൻ. 30ഓളം പശുക്കളുള്ള ഈ ഫാമാണ് കഴിഞ്ഞ 2 വർഷമായി കുര്യന്റെയും കുടുംബത്തിന്റെയും ഏക ഉപജീവന മാർഗം. ഫാമിലെ ജോലികൾ എളുപ്പത്തിലാക്കുന്നതിനായി പുല്ലരിയുന്നതിനും ചാണകം ഉണക്കിപ്പൊടിക്കുന്നതിനുമായി എല്ലാം യന്ത്രങ്ങൾ ആവശ്യമായി വന്നതോടെയാണ് 3 ഫേസ് കണക്ഷനായി കുര്യൻ KCBയെ സമീപിച്ചത്. കാർഷിക ആവശ്യത്തിനായതിനാൽ കണക്ഷൻ നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 ലക്ഷം രൂപ മുടക്കി ചാണകം ഉണക്കിപ്പൊടിക്കുന്ന മെഷീൻ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കുര്യൻ വാങ്ങുകയും 3 ഫേസ് കണക്ഷൻ ആവശ്യമായ വയറിംഗ് ജോലികൾ നടത്തുകയും ചെയ്തു. തുടർന്ന് KCBയെ സമീപിച്ചപ്പോഴാണ് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന കാരണം ഉന്നയിച്ച് കണക്ഷൻ നിഷേധിച്ചത്. നമ്മൾ കറവ മെഷീന് ഇതിനകത്ത് ലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് നിലവിൽ പുല്ലരിയാനുള്ള മെഷീന്, അതുപോലെ തന്നെ സ്ലറി അടിച്ച് നമുക്ക് ചാണകം ആക്കാനുള്ള മെഷീന്, ഇതെല്ലാം വർക്കിങ്ങിനെ വെച്ച് വേണ്ടത്. പിന്നെ എല്ലാം സർക്കാർ പറയുന്നത് എല്ലാം ഫ്രീ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. നമുക്കെല്ലാം നിലവിൽ കറണ്ട് പോലും കിട്ടില്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. നിലവിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ യന്ത്രങ്ങൾ അത്രയും നാശത്തിന്റെ വക്കിലാണ്. 2010 മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി 8 വില്ലേജുകളിൽ വൈദ്യുതി കണക്ഷന് റവന്യൂ വകുപ്പിന്റെ നിരാക്ഷേപ പത്രം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. 2017 ഇത് സംബന്ധിച്ച് ദേവികുളം സബ് കളക്ടർ KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് കത്തും നൽകി. ഇതാണ് കുര്യന്റെ ഫാമിന് വിനയായത്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ NOC നൽകാൻ കഴിയൂവെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. പഴയ കെട്ടിടങ്ങൾക്ക് കണക്ഷൻ വേണമെങ്കിൽ കോടതിയെ സമീപിക്കണമെന്നും റവന്യൂ വകുപ്പ് പറയുന്നു. കർഷകദ്രോഹ നടപടിയിൽ മേഖലയിൽ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. ജനം, ഇടുക്കി.